മീഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞൂട്ടനോട് വന്ന് അർജുനും ആനന്ദവല്ലിയും കൂടി മുത്തശ്ശിയുടെ ബാക്കി ചടങ്ങുകളൊക്കെ നടത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പണച്ചിലവുള്ള കാര്യമാണ്, അതൊക്കെ എങ്ങനെ നടത്താനാണ്, നടത്തിയില്ലെങ്കിൽ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്. അന്നേരം അതിന് മാത്രമല്ലേ നിങ്ങളുടെ കയ്യിൽ പണമില്ലാതെയുള്ളൂ, ബാക്കി എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ എന്നൊക്കെ കുഞ്ഞൂട്ടൻ ചോദിക്കുകയാണ്. അന്നേരം എല്ലാം റെയ്ഡുകാർ കൊണ്ടുപോയില്ലേ, പിന്നെ എവിടെന്നാ കാശെന്നൊക്കെ ആനന്ദവല്ലി പറയുകയാണ്. തുടർന്ന് ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ നല്ല രീതിയിൽ പോവുകയല്ലേ എന്ന് കുഞ്ഞുട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ക്യാഷ് തന്നവരൊക്കെ ഇപ്പോൾ ചിട്ടിക്ക് വേണ്ടി നടക്കുകയാണ്, കയറി ഇറങ്ങി നടക്കുകയാണ്, അവിടെയും ക്യാഷ് ഇല്ല എന്ന് അർജുൻ അറിയിക്കുകയാണ്. തുടർന്ന് ആനന്ദവല്ലി സ്നേഹത്തോടു കൂടി കുഞ്ഞുട്ടനോട് ചോദിക്കുന്നുണ്ട്, ആ തള്ളയുടെ കയ്യിൽ കുറച്ച് ആഭരണവും പിന്നെ കുറേ പൈസയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഈ വീടിൻ്റെ ആധാരവും അവർ കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുകയായിരുന്നല്ലോ, നീ അവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, അതൊക്കെ എവിടെയാണെന്ന് നിനക്കറിയാമോ എന്ന് തന്ത്രപരമായി ആനന്ദവല്ലി ചോദിക്കുകയാണ്. അന്നേരം മുത്തശ്ശി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അതേപ്പറ്റിയൊന്നും ചോദിച്ചിട്ടുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മുറിയിൽ കയറി നോക്ക്, കണ്ടുപിടിക്കാമല്ലോ എന്നൊക്കെ കുഞ്ഞൂട്ടൻ പറയുകയാണ്. അന്നേരം ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് ശ്രീജയും പുറകിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ മുറിയിലൊക്കെ പരിശോധിച്ചു, പക്ഷേ ഒന്നും അവിടെ കിട്ടിയില്ല, സ്വർണവും പണവും ഒക്കെ പോട്ടെ, പക്ഷേ ആധാരം എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ ഭൂമി വിറ്റെങ്കിലും നമുക്ക് ചടങ്ങ് നടത്താമെന്ന് അർജുൻ കുഞ്ഞൂട്ടനോട് പറയുകയാണ്. തുടർന്ന് അവരുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയ കുഞ്ഞൂട്ടൻ പറയുന്നുണ്ട്, ലച്ചുവിൻ്റെ പേരുള്ള ഭൂമി വിൽക്കാനായിട്ട് പറ്റില്ല, അവൾ ഇവിടെ വന്നാലല്ലേ നടക്കുകയുള്ളൂ, അവളെ ഇവിടേക്ക് വരുത്താനുള്ള നിങ്ങളുടെ പുതിയ അടവാണല്ലേ, അത് നടക്കാൻ പോണില്ല എന്ന് കുഞ്ഞൂട്ടൻ അവരോട് പറയുകയാണ്. നരേന്ദ്ര അളിയൻ്റെ കയ്യിൽ നിന്നും അവൾ രക്ഷപ്പെടുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അളിയൻ്റെ വലയിൽ അവൾ എന്നായാലും വീഴുമെന്ന് അർജുൻ പറയുമ്പോൾ കിട്ടിയതിൻ്റെയൊക്കെ ക്ഷീണം അങ്ങ് തീരുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി, അവിടെ നല്ല കയ്യൂക്കുള്ള ആമ്പിള്ളേരുണ്ട് എന്ന് കളിയാക്കിയിട്ട് കുഞ്ഞുട്ട അവരുടെ അടുത്ത് നിന്നും എഴുന്നേറ്റങ്ങ് പോകുന്നുണ്ട്. അതേസമയം കാറിൽ സ്വാതിയുടെ അടുത്തേക്ക് പോകുന്ന ലക്ഷ്മി മുത്തശ്ശിയെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് സങ്കടപ്പെട്ട് കരയുകയാണ്. നരേന്ദ്രനെ സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് നരേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ചാടരുത് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞത് ഓർത്തങ്ങ് സങ്കടപ്പെടുകയാണ് ലക്ഷ്മി. ഇതേസമയം ഓഡിറ്റോറിയത്തിൽ കവിത വീണ്ടും മയക്കുപൊടി ജ്യൂസിലേക്ക് കലർത്തിയിട്ട് അത് വെയിറ്ററുടെ കയ്യിൽ കൊടുത്ത് ശ്രീദേവിയുടെ അടുത്തെത്തിക്കുകയാണ്. തുടർന്ന് ശ്രീദേവി അത് വാങ്ങുന്നുണ്ട്. അതിനിടയ്ക്ക് കവിതയോട് രണ്ടുപേര് വന്ന് സംസാരിക്കുന്നുണ്ട്. വിവാഹം വേണ്ടെന്നാണോ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കുമെന്ന് പറഞ്ഞ് കവിത അവരെ സമാധാനിപ്പിച്ച് അയക്കുന്നുണ്ട്. തുടർന്ന് കവിത നോക്കുമ്പോൾ ശ്രീദേവി ജ്യൂസ് കുടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരവും കവിത പറയുന്നുണ്ട്, ഇനി അധിക നേരം നീ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നീ മയങ്ങി വീഴുമെന്ന്. തുടർന്നും കാണിക്കുന്നത് ലക്ഷ്മി ഓർക്കുന്നതാണ്, നിശ്ചയം കഴിയാതെ നീ തിരിച്ചു വരരുത്, നിശ്ചയത്തിന് നീ ഉണ്ടാകരുത് എന്നൊക്കെ കാഞ്ചന പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ഓഡിറ്റോറിയമാണ്. അവിടെ മുത്തശ്ശി വന്ന് ശ്രീദേവിയോടും കാവേരിയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രീകുട്ടിയെ കാണാൻ പോയോ, എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. അന്നേരം അമ്മ സഞ്ജുവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു, നീ കൊണ്ടുപോയി കാണിക്കുകയെന്ന് പറഞ്ഞ് കാവേരിയോടൊപ്പം മുത്തശ്ശിയെ പറഞ്ഞു വിടുകയാണ് ശ്രീദേവി. തുടർന്ന് ആളുകളോടൊക്കെ സംസാരിക്കുന്ന ശ്രീദേവിക്ക് പെട്ടെന്ന് ചുമയും ചെറിയൊരു ശ്വാസമുട്ടലുമൊക്കെ വരുന്നുണ്ട്. അന്നേരം അവരുടെ അടുത്ത് നിന്ന് മാറിയങ്ങ് പുറത്തേക്ക് ശ്രീദേവി പോകുന്നു. ഇത് കാണുന്ന കാഞ്ചന കവിതയോട് ശ്രീദേവിയോട് നീ പോകാൻ പറഞ്ഞോ, എങ്കിലത് നന്നായി എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നുമല്ല, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഞാൻ വീണ്ടും മെഡിസിൻ കലക്കി കൊടുത്തിട്ടുണ്ട്, തലകറക്കം വന്നപ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോയതായിരിക്കുമെന്ന് കവിത കാഞ്ചനയോട് പറയുകയാണ്. വല്യേച്ചി വാ, അവിടെ മയങ്ങിക്കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കവിത കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അന്നേരം കാഞ്ചന പറയുന്നുണ്ട്, സഞ്ജു അറിയാതെ വേണം ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന്. തുടർന്ന് ശ്രീദേവി പോയ വഴി അവരിങ്ങോട്ട് ചെല്ലുമ്പോൾ രാജുവിനെ ഫോൺ ചെയ്യുകയാണ് അവിടെ നിന്ന് ശ്രീദേവി. നീ ഇതുവരെ എന്താ അമ്പലത്തിൽ നിന്നും തിരിച്ചെത്തിയില്ലേ എന്നൊക്കെ രാജുവിനോട് ശ്രീദേവി സംസാരിക്കുകയാണ്. വിഷം കലക്കി കൊടുത്താലും ഇവള് മയങ്ങി വീഴില്ലെന്നൊക്കെ അന്നേരം ശ്രീദേവിയെ കാണുന്ന കാഞ്ചന ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. തുടർന്ന് ശ്രീദേവി രാജുവിനോട് ഫോണിൽ പറയുകയാണ്, പൂജ കഴിച്ചിട്ടുള്ള പ്രസാദം കുട്ടികൾക്ക് ചടങ്ങിന് മുമ്പ് തൊടാനുള്ളതാണ്, നീ പെട്ടെന്ന് വാന്നും പറഞ്ഞ് ശ്രീദേവി ഫോൺ വയ്ക്കുകയാണ്. തിരിയുമ്പോൾ കാഞ്ചനയും കവിതയും കാണുകയാണ് ശ്രീദേവി. പക്ഷേ അവരെ ഒന്ന് നോക്കിയിട്ട് ശ്രീദേവി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ഇനി മെഡിസിൻ എങ്ങാനും മാറിപ്പോയോ എന്ന് കവിത ചിന്തിക്കുന്നുണ്ട്. അന്നേരം കാഞ്ചന ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, നീ അവൾക്ക് കൊടുത്തത് എനർജി കൂട്ടാനുള്ള മെഡിസിൻ വല്ലതുമായിരിക്കും, അവൾ പോണ പോക്ക് കണ്ടില്ലേ എന്നും പറഞ്ഞ് ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് കാഞ്ചന. നീ ഇനി പാടുപെടേണ്ട ആവശ്യമല്ല, കാഞ്ചനയ്ക്കറിയാം അവളെവിടെ നിന്ന് ഒഴിപ്പിക്കാനെന്നും പറഞ്ഞ് ശ്രീദേവിയുടെ പുറകെ പോവുകയാണ് കാഞ്ചന.
ഇതേസമയം ഓഡിറ്റോറിയത്തിൽ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായിരിക്കുന്നുണ്ട് സ്വാതി. പക്ഷേ ഓർണമെൻറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. അന്നേരം ചടങ്ങിന് സമയമായി, ഇതൊക്കെ ഒന്ന് ഇട്ടേന്നും പറഞ്ഞ് കൂട്ടുകാരികൾ നിർബന്ധിക്കുകയാണ് സ്വാതിയെ. അന്നേരമാണ് ശാരദാമ്മ സ്വാതിയെ ഫോൺ ചെയ്യുന്നത്. അമ്മു ആയിരിക്കും ചിലപ്പോൾ എന്ന് കൂട്ടുകാരികൾ പറയുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സ്വാതി. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, ഞാൻ ശാലിനിയുടെ അമ്മയാണെന്നൊക്കെ. അന്നേരം അമ്മു അല്ലാന്ന് മനസ്സിലാക്കിയ സ്വാതി, ഞാൻ അമ്മയെ പിന്നെ വിളിച്ചോളാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ മോളെ വെക്കരുതേ എന്ന് പറഞ്ഞിട്ട് മോൾ ഇതുവരെ അന്വേഷിച്ച് നടന്ന പുതിയ കൂട്ടുകാരില്ലേ, മോളുടെ അനിയത്തെപ്പോലെ കണ്ടിരുന്ന കുട്ടി അമ്മു ഇത്രയും ദിവസം എൻ്റെ കൂടെയായിരുന്നു, അവൾക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ ശാരദാമ്മ സ്വാതിയെ അറിയിക്കുകയാണ്. അത് കേട്ടങ്ങ് ആകെ സന്തോഷമാകുന്നുണ്ട് സ്വാതിക്ക്. ഇപ്പോൾ അവൾ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, കുറച്ച് വൈകിയാലും അവൾ എത്തുമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ആകെ സന്തോഷിക്കുകയാണ് സ്വാതി. തുടർന്ന് ബാക്കി നിശ്ചയത്തിന് ഓർണമെൻറ്റ്സ് ഒക്കെ അണിഞ്ഞ് റെഡിയാവുകയാണ് പിന്നീട് സ്വാതി. തുടർന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സഞ്ജുവിനോട് രാജു വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. നീ ഇന്നലെ വരെ കണ്ട സഞ്ജുവല്ലല്ലോ, നിന്റെ ഉത്സാഹമൊക്കെ എവിടെ പോയി എന്ന്. നീ അറിവില്ലായ്മ കൊണ്ട് താലി കെട്ടിയ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കുകയാണോ, അവൾ എന്തിനെ ഫോണിലെങ്ങാനും വിളിച്ചിരുന്നോ എന്നൊക്കെ രാജു തിരക്കുന്നുണ്ട്. അന്നേരം എന്നെ കണ്ടാൽ ഓടി വിളിക്കുന്ന അവൾ എന്നെ വിളിക്കുമോ? അതൊന്നുമല്ല. ഇറങ്ങാൻ നേരം അമ്മ എനിക്ക് ഒരു ഉപദേശം തന്നിരുന്നു, ആരോട് കാര്യങ്ങൾ മറച്ചു വെച്ചാലും ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയോട് ഒന്നും മറച്ചു വെക്കരുതെന്ന് അമ്മ പറഞ്ഞു. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ താലി കെട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് സഞ്ജു. തുടർന്ന് സഞ്ജു പറയുകയാണ്, ഇന്നെൻ്റെ വിവാഹ നിശ്ചയമാണ് നടക്കുന്നത്. പക്ഷേ ഞാൻ മുമ്പൊരു വിവാഹം കഴിച്ചതല്ലേ, അത് സ്വാതിയോ അവളുടെ ബന്ധുക്കളെയോ നാട്ടുകാരോ ഒക്കെ അറിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊക്കെ സഞ്ജു ചോദിക്കുകയാണ്. അന്നേരം ആ കുട്ടി ഒന്നിനും വരില്ലല്ലോ, അങ്ങനെയുള്ളൊരു വിശ്വാസം നിനക്കില്ലേ എന്ന് രാജു ചോദിക്കുന്നുണ്ട്. അന്നേരം അമ്മ ആ ഉപദേശം തരുന്നത് വരെ അങ്ങനെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഉപദേശം കേട്ടതിന് ശേഷം നെഞ്ചിലെന്തോ ഒരു ഭാരം ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞ് സഞ്ജു തൻ്റെ അവസ്ഥ രാജുവിനോട് പറയുകയാണ്. തുടർന്ന് സഞ്ജു ഒരു തീരുമാനമെടുക്കുകയാണ്. എൻഗേജ്മെൻറ്റിന് മോതിരം കൈമാറുന്നതിന് മുമ്പ് ഞാൻ സ്വാതിയോട് എല്ലാം പറയും, എൻ്റെ നെഞ്ചിലെ ഈ ഭാരം ഇറക്കി വെച്ചിട്ട് വേണം എനിക്ക് എൻഗേജ്മെൻറ്റ് നടത്താൻ എന്നും പറഞ്ഞ് സഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റ് സ്വാതിയെ കാണാനായിട്ട് പോവുകയാണ്. അന്നേരം വേണ്ട സഞ്ജു എന്നും പറഞ്ഞ് രാജു പുറകെ നടന്ന് വിളിക്കുന്നുണ്ട്. തുടർന്ന് മേക്കപ്പ് റൂമിലേക്ക് സഞ്ജു ചെല്ലുമ്പോൾ ആകെ സന്തോഷത്തോടു കൂടി അണിചൊരിക്കുകയാണ് കൂട്ടുകാരികളെല്ലാം കൂടി ചേർന്ന് സ്വാതിയെ. അന്നേരം സ്വാതി എന്ന് വിളിക്കുന്നുണ്ട് സഞ്ജു. അന്നേരവും പറയരുതെന്ന് പറഞ്ഞ് രാജു പുറകെ നിൽക്കുകയാണ്. തുടർന്ന് സഞ്ജുവിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടു കൂടി വരുന്ന സ്വാതി പറയുകയാണ്, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, അമ്മു എന്നെ വിളിച്ചിരുന്നു, ശാരദാമ്മയുടെ കൂടെ ആയിരുന്നു. അവൾ മുറച്ചെറുക്കനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിയതാണ്, അമ്മുവും ശാരദാമ്മയും കൂടി ഇങ്ങോട്ട് വരികയാണ് എന്നൊക്കെ സന്തോഷത്തോടു കൂടി സ്വാതി സംസാരിക്കുകയാണ്. പക്ഷേ നീ സന്തോഷ വർത്തമാനം പറയുമ്പോൾ എനിക്കൊരു ബാഡ് ന്യൂസാണ് പറയാനുള്ളതെന്ന് സഞ്ജു മനസ്സിൽ കരുതുകയാണ്. എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്ന സഞ്ജുവിനെ പെട്ടെന്ന് രാജു എന്ന് വിളിക്കുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ, മുത്തശ്ശനവിടെ നിന്നെ അന്വേഷിക്കുന്നു, പോകാം എന്നും പറഞ്ഞ് സഞ്ജുവിനെ പിടിച്ച് വലിക്കുകയാണ് രാജു. അന്നേരം സഞ്ജു ചെല്ല്, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് ചിരിച്ചുകൊണ്ട് സ്വാതി പറയുകയാണ്. തുടർന്ന് ബലമായിട്ട് രാജു സഞ്ജുവിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്ക് എനിക്ക് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ പറയണമെന്ന് സഞ്ജു വിളിച്ചു പറയുന്നുണ്ട്. തുടർന്ന് ഒരു സ്ഥലത്തേക്ക് സഞ്ജുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് വഴക്ക് പറയുകയാണ് രാജു. മുത്തശ്ശനും മുത്തശ്ശിയും നിന്റെ അമ്മയും എല്ലാവരും കാത്തിരുന്ന ദിവസമല്ലേ, ആ ദിവസം നിനക്ക് തന്നെ കുളമാക്കണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്വാതിയോടല്ലേ ഞാൻ പറയുന്നത്, വേറെ ആരോടും പറയില്ലല്ലോ എന്ന് സഞ്ജു തിരക്കുന്നുണ്ട്. അന്നേരം അത് പറയാനായിട്ട്, ആ രഹസ്യം പറയാനായിട്ട് ഈ ദിവസം തന്നെ നീ തിരഞ്ഞെടുക്കുമ്പോൾ നിന്റെ മനസ്സിലെന്തോ കള്ളത്തരമുണ്ടെന്നല്ലേ സ്വാതി കരുതൂ എന്നൊക്കെ രാജു ചോദിക്കുകയാണ്. നിനക്ക് പറയണമെന്നുണ്ടെങ്കിൽ അന്നേ നീ പറയണമായിരുന്നു, ഇന്നീ ദിവസം തന്നെ നീ എന്തിനാ തിരഞ്ഞെടുത്തത്, അവളെ നീ കുടുക്കിയെന്നല്ലേ കരുതൂ. നിന്നോടുള്ള അവളുടെ വിശ്വാസം തകരാനായിട്ട് ഈ ഒരൊറ്റ കാരണം മതി എന്നൊക്കെ രാജു പറയുമ്പോൾ ആകെ അങ്ങ് കൺഫ്യൂഷൻ ആവുകയാണ് സഞ്ജു. അന്നേരം സങ്കടത്തോടെ അമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ലടാന്ന് സഞ്ജു പറയുകയാണ്. അന്നേരം ശ്രീദേവി അമ്മ പറഞ്ഞത് ഒരു ലോക തത്വമാണ്, സ്വാതിയെ നീ ഒരിക്കലും ചതിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനെ ആശ്വസിപ്പിക്കുകയാണ് രാജു. തുടർന്ന് ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിലേക്ക് കവിത മാറി നിൽക്കുന്നത് കണ്ട് കാവേരി കാര്യമെന്ന് തിരക്കുകയാണ്. അന്നേരം കാവേരിയോട് ദേഷ്യപ്പെടുകയാണ് കവിത. തുടർന്ന് കാവേരി പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവുമൊക്കെ എനിക്ക് മനസ്സിലായി, ശ്രീദേവിയിടത്തിൽ വന്നത് കൊണ്ടല്ലേ എന്ന്. അന്നേരം കവിത പറയുകയാണ്, അതെ, ശ്രീദേവി വരരുതെന്ന് വല്യേച്ചിയെ പോലെ ഞാനും ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചടങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതെന്ന് ദേഷ്യത്തോടു കൂടി കാവേരിയോട് സംസാരിക്കുകയാണ് കവിത. കവിതയുടെ ആ ദേഷ്യമൊക്കെ കണ്ടിട്ട് കാവേരി പറയുകയാണ്,
കവിതയെടുത്ത് ഇത്രയ്ക്ക് മണ്ടിയാണെന്ന് ഞാൻ കരുതിയില്ല. ശ്രീദേവിയെടുത്തി തടയാനായിട്ട് കവിതേച്ചി നടത്തിയ 2 ശ്രമങ്ങളും വളരെ വിദഗ്ധമായിട്ട് തടഞ്ഞത് ഈ ഞാൻ തന്നെയാണ്. തുടർന്ന് നീയോന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെ. കവിതേച്ചി അടുക്കളയിലേക്ക് എത്തി ചായയിൽ വിഷം കലർത്തിയത് ഞാൻ കണ്ടായിരുന്നു. ഞാനാണതെടുത്ത് മാറ്റിയതെന്നും കാവേരി പറയുകയാണ്. കൂടെ നിന്ന് ചതിക്കുകയായിരുന്നോടിയെന്നും പറഞ്ഞ് കാവേരിയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് കവിത. അന്നേരവും കാവേരി പറയുകയാണ്, ഇവിടെ വന്നിട്ടും ചേച്ചി ഒരു ശ്രമം കൂടി നടത്തിയില്ലേ, അതും തടഞ്ഞത് ഈ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കവിതയുടെ കൈ കാവേരി തൻ്റെ കഴുത്തിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. രണ്ടാമത് ജ്യൂസുമായിട്ട് കവിത ആ ജ്യൂസ് കൊണ്ടു കൊടുക്കുന്ന ആളുടെ പിറകെ പോകുമ്പോൾ കവിതയുടെ കൂടെ 2 പേര് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. ആ സമയത്ത് കാവേരി ജ്യൂസ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. മാറ്റിവെച്ച ജ്യൂസാണ് ശ്രീദേവി കുടിക്കുന്നത്. അന്നേരം നീ എപ്പോഴാടി അവളുടെ ഭാഗം ചേർന്നതെന്ന് കവിത ചോദിക്കുന്നുണ്ട്. അന്നേരം ആരുടെയും ഭാഗം ചേർന്നതല്ല, കുറച്ച് വിവേകബുദ്ധി കാണിച്ചതാണെന്ന് കാവേരി പറയുകയാണ്. പിന്നെ ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ വിട്ടിട്ട് സഞ്ജു വിവാഹ നിശ്ചയത്തിന് വരുമെന്ന് വിചാരിച്ച ചേച്ചി ഒരു മണ്ടിയല്ലേ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ശ്രീദേവിയിടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഞ്ജു നിങ്ങളെല്ലാവരെയും വെറുതെ വിടുമോ എന്നൊക്കെ കാവേരി ചോദിക്കുന്നുണ്ട്. അന്നേരം വിവാഹ നിശ്ചയം നടക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെങ്കിൽ ശ്രീദേവി ഈ ഓഡിറ്റോറിയത്തിൽ ഉള്ള ഈ സമയത്ത് എന്തായാലും വിവാഹ നിശ്ചയം ഞാൻ നടത്തില്ല എന്ന് കവിത പറയുകയാണ്. ഞങ്ങൾ എന്തിനാണ് ഈ വിവാഹത്തിന് ഇത്രയും താല്പര്യം കാണിക്കുന്നതെന്ന് നിനക്കറിയില്ല. ഇനി നീ വന്ന് കണ്ടോ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ കാവേരിയെ വെല്ലുവിളിച്ചിട്ട് കവിത അങ്ങ് പോവുകയാണ്. ഇതേസമയം സ്റ്റേജിൽ ശ്രീദേവി ഗണപതി വിഗ്രഹത്തിനടുത്ത് നിന്ന് പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങുമ്പോൾ ശ്രീദേവിയുടെ അടുത്തേക്ക് കുറച്ച് പൂവൊക്കെ വരികയാണ് കാഞ്ചനയും കവിതയും കൂടി. തുടർന്ന് ശ്രീദേവിയും കാഞ്ചനയും കവിതയും പരസ്പരം നോക്കി നിൽക്കുന്ന സീനാണ് കാണിക്കുന്നത്. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്